കാണുന്നതാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള കൺവെൻഷൻ സെന്റർ. കഴിഞ്ഞ ദിവസം ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് 1300 സീറ്റിംഗ് ഒക്കെ അല്ല, അത്രയും ആഡംബര സെറ്റപ്പിൽ OPS റോയൽ പാലസ് കഴിഞ്ഞ ദിവസം ഇനാഗ്രേഷൻ കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും രാജകീയ ഓഡിറ്റോറിയം കൺവെൻഷൻ സെന്റർ നമ്മുടെ മലപ്പുറം കോട്ടയ്ക്കൽ കേട്ടോ. കേരളത്തിലെ ഇത്രയും സെറ്റപ്പ് ആഡംബരമായിട്ട് വേറെ ഇല്ലാന്ന് നമുക്ക് പറയാം. അമ്മാതിരി സെറ്റപ്പ്. ഇതിന്റെ എക്സ്റ്റീരിയർ റോമൻ ഗ്രീക്ക് ടച്ച് ആട്ടോ, ഒരു നിയോ ക്ലാസിക് ആർക്കിടെക്ചർ സ്റ്റൈൽ കേട്ടോ. അകത്താണെങ്കിൽ വേറെ ലെവൽ. UAE വ്യവസായമായിട്ടുള്ള OPS ഗ്രൂപ്പിന്റെ അണ്ടറിലത്തൊക്കെ വരുന്നത് കേട്ടോ. ഇവിടുത്തെ വിശേഷം പറഞ്ഞാൽ തീരില്ല. 1300-ലേറെ സീറ്റിംഗ് ഹാൾ തന്നെ വരുന്നുണ്ടോ. പിന്നെ ഒരുപാട് തരം ലോഞ്ചസ് കാര്യങ്ങളെല്ലാം അത്ര ലക്ഷറി പ്രൈവറ്റ് ഡൈനിങ് സ്പേസുകൾ, ഒരുപാട് തരം ലോഞ്ച് തന്നെ പറയാണ്ട് ഒക്കെ ഒരു VIP കാറ്റഗറി തന്നെ ഉണ്ടോ. പിന്നെ എന്താ സ്വീറ്റ് റൂമുകളുണ്ട്. എവിടെയൊക്കെ ലക്ഷറി കൊണ്ടുവരാൻ പറ്റും അവിടെ ഒക്കെ ലക്ഷറി കൊണ്ടുവന്നു. ഇവിടെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ഉണ്ടോ, അമ്മാതിരി ലക്ഷറി കേട്ടോ. നമ്മൾ വേറെ ഏതോ കൊട്ടാരത്തിലൊക്കെ ഇരിക്കണ ഫീൽ കേട്ടോ. എന്താ പറയാ, അപ്പാ ലക്ഷറി. ഇപ്പോൾ ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം സെറ്റപ്പും സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി താഴത്തെ ഫോർക്ക് പോയോ കേട്ടോ. ഡൈനിങ് ഏരിയ കാര്യങ്ങൾ കാണാം. ഡൈനിങ് ഏരിയ ഒരു നേരെ 1000-ന്റെ അടുത്ത ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ ഡൈനിങ് ഏരിയ കേട്ടോ. അതാണ് ഇവിടെ OPS റോയൽ പാലസിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടുത്തെ ലക്ഷറി ഞാൻ പറയുന്നില്ല, അത്രത്തോളം ലക്ഷറി ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അത്രയും പ്രീമിയത്തിൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും ആഡംബര കൺവെൻഷൻ സെന്ററിൽ ആദ്യത്തെ ഇവന്റിലെ ഫുഡ് കൊടുത്തില്ല, അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ന്യൂ പാലസ് കാറ്ററിംഗ് ആട്ടോ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രത്തോളം ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുക്കൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കാറ്ററിംഗ് വെച്ച് നമ്മൾ ന്യൂ പാലസ് കിച്ചൺ യുനെസ്കോയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു ഹൗസ് വാമിംഗ് നമ്മൾ വെറുതെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലേ. അതെ, വയലത്ത്. ഇത് ബീഫ് ചെറിയുള്ളി വരട്ടെ, ചിക്കൻ ലഗോണും ഉണ്ട്, ഓലെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ഉണ്ട് കേട്ടോ. പിന്നെ അതാ അവിടെ ഒരു ബോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൽ ഫുള്ള് മീൻ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നെയ്പ്പത്തിൽ പൊറോട്ട, മിട്ട സുർക്ക, എല്ലാ തരം സംഭവം. ഓലെ ഫിഷ് മാംഗോ കറി, വെജ് കറിക്കുള്ളതും പിന്നെ നൂഡിൽസും എല്ലാ സംഭവം. സലാഡാണ് ഈ ഫുള്ള് വെറൈറ്റി. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ സെറ്റപ്പ് ചെയ്ത പോലെ ഇവിടെ സെറ്റപ്പ് ചെയ്ത് കൊണ്ടോ. അപ്പം ഞാൻ നേരെ കഴിക്കാൻ തുടങ്ങണം. അപ്പോൾ ഹോളൊക്കെ അത്രയും സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട്. ന്യൂ പാലസ് കാറ്ററിങ്ങിൻ്റെ മട്ടൻ ബിരിയാണി അതുപോലെ ഫിഷ് ടവക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങളിത് കഴിക്കണം. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും ഹൈലൈറ്റ് സാധനങ്ങൾ കഴിക്കാനുള്ള താല്പര്യം. അതുപോലെ ഫിഷിൽ ഒരുപാട് ഐറ്റംസ്, പിന്നെ മട്ടൻ ബിരിയാണി ഒക്കെ ഇതുകൊണ്ട് ഫിഷിൻ്റെ പല വെറൈറ്റീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സൂപ്പർ. ന്യൂ പാലസ് കാറ്ററിങ്ങിൻ്റെ ആ ഫിഷ് ഉണ്ടല്ലോ, ആ ഫ്ലേവർ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ. അപ്പോൾ 1000-ന്റെ അടുത്ത് AC ഡൈനിങ് കപ്പാസിറ്റി, അതേപോലെ 1000 വണ്ടികൾക്ക് വരെ പാർക്കിംഗ് കപ്പാസിറ്റിക്ക് എല്ലാം ഒരു കൺവെൻഷൻ സെൻറ്റർ നമ്മളെ കോട്ടയ്ക്കൽ OPS റോയൽ പാലസ് വന്നിക്കണു. അപ്പോൾ എന്നാൽ കാണാം.